ഈ ഫീഡിങ് ടാങ്ക് ഫീഡ് കൊടുക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണേ. എന്താ ഞാൻ പിന്നെ പറഞ്ഞുതരാം. എത്ര പേരാന്ന് നോക്കി. നമ്മൾ ഗീവ് അവേ തരാൻ വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ ആളെ നമ്മൾ നൈഫ് ഫിഷിനെ ആർക്കാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നതെന്ന് 8 അടി താഴ്ച ഉള്ള ഒരു ടാങ്കിൽ നമ്മളെ കാടക്കോഴി തന്നെ കേട്ടോ. ഞാൻ എക്സ്ട്രാ ഒരു 5 നൈഫ് ഫിഷിനെയും കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഏകദേശം 7-8 പേരെ റിലീസ് ചെയ്തു. അതായത് 1 ഫീറ്റ് പ്ലസ് ഞാൻ ചോദിച്ചപ്പോൾ ഏകദേശം 7000 രൂപയാണ് എൻ്റെ അടുത്ത് വില പറഞ്ഞത്. ഇവന്മാരെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വെള്ളം വറ്റിച്ച് എന്ത് ദുഷ്ടത്തെയാണ് നോക്കിക്കേ. അതേ നമ്മുടെ കൂട്ടിന് അങ്ങോട്ട് എത്തി. നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ. ഭാഗ്യത്തിന് മഴയൊന്നുമില്ല. ഇന്ന് ഇവിടെ ആളെ വെച്ച് ഫുൾ വൃത്തിയാക്കിയത്, ചുറ്റിനും എല്ലാം നമ്മൾ വൃത്തിയാക്കി കേട്ടോ. ഞാൻ മാത്രമല്ല, നിധിയുണ്ട്, കാർത്തുമുണ്ട്, തക്കടുമുണ്ട്. അപ്പോൾ തക്കടുവിനെ കൊണ്ടുവരാൻ ഒരു കാരണമുണ്ട്. അത് നിങ്ങൾക്ക് ഏകദേശം ഒരു ഗസ്സാവും. അവൾ വരണമെന്നുണ്ടെങ്കിൽ അതിനൊരു കാര്യമുണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. നമ്മുടെ സ്ഥിരം നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാതെ എന്തിനാണെന്ന്. മോൺസ്റ്റർ ടാങ്ക് തുറന്നിട്ട് ഞാൻ പറഞ്ഞുതരാം എന്താണ് കാര്യമെന്ന്. വെള്ളം എന്ത് ക്ലീൻ ആയിട്ട് കിടക്കണം നോക്കിയൊക്കെ. സംഗതി എന്താണെന്ന് വെച്ചാൽ ഞാനും കാർത്തും കൂടി ഈ ഫിൽറ്റർ മുഴുവനും ക്ലീൻ ചെയ്തു. ഇത് മാത്രമല്ല, ആ ഫിൽറ്റർ അത് എല്ലാം ക്ലീൻ ചെയ്തു, എല്ലാം സെറ്റാക്കി. അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും വെള്ളം ക്ലിയർ ആയി കിട്ടിയത്. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു വെള്ളം കയറുന്നത്. ഇപ്പോൾ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചും കൂടി കൂട്ടിയിട്ടുമുണ്ട്. ഫീഡ് കൊടുത്ത് നോക്കിയാലോ എന്തായാലും. നീ ഫീഡ് എടുക്ക്. ഇത് നമ്മുടെ ഗപ്പി ടാങ്കിലോട്ട് വരാനുള്ള ചെടികളാണ് കേട്ടോ. അപ്പോൾ ഗപ്പി ടാങ്ക് ഉടനെ നമ്മൾ പണി ചെയ്യുമ്പോൾ അതിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ വരും. ഇൻട്രോ എടുത്തില്ല, മറന്നുപോയി. നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്കിപ്പ് നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ തക്കുടിനെ കൊണ്ടുവന്നല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഗീവ് അവേ ആർക്കാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നതെന്ന് നമ്മൾ അനൗൺസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അത് നമ്മളല്ല കേട്ടോ, തക്കുടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ ഫീഡിങ് ടാങ്ക്. ഈ ഫീഡിങ് ടാങ്ക് ഫീഡ് കൊടുക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണേ. എന്താ ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം ഇതൊന്ന് മാറ്റട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഫിഷസ് നമ്മൾ വാങ്ങിച്ചു. അത് ഫീഡ് കൊടുത്ത് പാതിയായപ്പം അടുത്ത സ്റ്റെപ്പ് ഞാൻ വാങ്ങിച്ചിട്ടതാണ് കേട്ടോ. ഇത് നിധിയാണ് ഫീഡ് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നത്. എല്ലാവരും നമുക്ക് അങ്ങോട്ട് നോക്കിയേ. നമ്മളെ പീക്കോക്ക് ഒന്ന് നിൽക്കണം നോക്കിക്കേ. കൊടുക്ക്. അവ എപ്പോഴും എടുത്തോണ്ട് പോയി. രണ്ടാമത്തത് അടുത്തതേ കൊടുക്കുകയാണേ. ഓക്കെ, നമ്മളെ റെക്ടൈലിൻ്റെ സൈസ്. അപ്പോൾ ഓവർകം ചെയ്തോ. എടുത്തോ, 2-3 കൂടി എടുത്തോ. വീഡിയോയിൽ കമൻറ്റ് ചെയ്ത ആൾക്കാരുടെ പേരാണ് കേട്ടോ ഇത് മുഴുവനും. എന്ത് ദുഷ്ടത്തെയാണ് നോക്കിക്കേ. ജീവനുള്ള മീനുകളെ തിന്നാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നു. ഷാർക്ക് എന്തിനാ പോണേ? ഇതോ നമ്മൾ പീക്കോക്ക് ഗാറിന് ഇട്ട് കൊടുത്തു. പേടിച്ചു എൻ്റെ സ്ട്രൈക്ക്. അവിടെ ചെറിയൊരു ഭാഗത്താണ് കിട്ടിയിരിക്കുന്നത്. വിട്ടുപോയി. പിടിക്കും ഓടിച്ചിട്ട് പിടിക്കും. ഓക്കെ, അപ്പം എല്ലാവരും എന്തോ ആ മൂലയ്ക്ക് പോയി കൂടി നിൽക്കുകയാണ്. അത് പാക്ക് ഓട്ടിച്ചിട്ട് പിടിക്കും അതിനെ. ഇല്ല ഗാറെടുത്ത് ഗാറെടുത്ത് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരത് ഇവിടെ വന്ന് കിടപ്പുണ്ട്. ഇവിടെ ഉള്ള കേട്ടോ ചത്ത പോലെ കിടക്കുന്നത്. നിങ്ങൾ പീക്കോക്കിനെ നോക്കിക്കോ. പീക്കോക്കിൻ്റെ വാ ഉണ്ടോ? ഈ ഫിഷ് തന്നെ ധാരാളമാണ് കേട്ടോ അവന്മാർക്ക്. നമ്മൾ അടുത്ത ഗാറിനെ കണ്ടോ? നല്ല കളർ വെച്ച കേട്ടോ ആശാൻ. ഇതേപോലത്തെ ഒരു ഗാറും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. എന്ന് വെച്ചാൽ ഈ കളറല്ല, അല്ലാത്തൊരു കളർ, നോർമൽ നമ്മളെ ഗാറ്. ഇപ്പം അവർക്ക് ഡെയിലി ഞാൻ ഫീഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഡെയിലി ഫീഡ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് സൈസിനൊക്കെ നല്ല വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു 3 ദിവസം 4 ദിവസം കൂടുമ്പോഴാണ് ഞാൻ ഫീഡ് ചെയ്യാറുള്ളത്. ഇപ്പം ചിക്കൻ സെപ്പറേറ്റ് കൊടുക്കും. അപ്പോൾ അവന്മാരെ നല്ല രീതിയിൽ സൈസ് കയറി വരും. നമ്മളെ പീക്കോക്കിൻ്റെ വാ ഉണ്ടോ? ഫുൾ നിറഞ്ഞ്. അതെ, ഗാറ് പോവുകയാണ് അടുത്ത പിടിക്കാൻ വേണ്ടി. എത്ര പേരാന്ന് നോക്കി. പിടിച്ചാ? അത് കിട്ടിയില്ല. ഞാൻ റെറ്റേൻ്റെ ശ്രദ്ധയിലായി പോയി. പിടിച്ച കേട്ടോ അത്. ഇനി ഞാൻ വിടൂല. അത് റെറ്റയിൽ പുറകെ പോവുകയാണ് കേട്ടോ. ഓക്കെ, അടി. ഇവന്മാരെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വെള്ളം വറ്റിച്ച് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പിടിച്ച് കാണിക്കുന്ന ഒരു വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മളെ ചാനലിൽ പുറകെ വരും കേട്ടോ. അത് കാരണം എന്ന് വെച്ചാൽ വെള്ളം വറ്റിക്കേണ്ട ആവശ്യം വന്നു. കാരണം നമ്മൾ ഫിൽറ്റേഴ്സ് എല്ലാം നമ്മൾ ഒരു 6 മാസം കൂടുമ്പോൾ ഒരു മെയിൻ്റനൻസ് വർക്ക് ചെയ്യും. നമ്മളെ കൂട് ഫുള്ളായിട്ടും ഇവിടെ ഫിൽറ്റേഴ്സും ഫിഷസിനെയും പെറ്റ്സിനെയും എല്ലാത്തിനെയും ഒന്ന് റെഡിയാക്കി എടുക്കും. കാരണം ഒരു 6 മാസം കൂടുമ്പോൾ നമ്മളത് ചെയ്യണമെന്നാണ്. അപ്പോൾ ഓൾറെഡി നമ്മളത് 2-3 വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വട്ടം നമ്മൾ ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു നമ്മളെ ഫീഡിങ് ടാങ്കിൻ്റെ ഈ ടാങ്കിൻ്റെ അകം ഒന്ന് ശ്രദ്ധിച്ചോണമെന്ന്. നിങ്ങൾ ശ്രദ്ധിച്ചോ? നമ്മൾ ഗീവ് അവേ തരാൻ വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ ആളെ ഒരു ലിമിറ്റഡ് സാധനം, അതായത് നമുക്ക് അധികം കിട്ടാനില്ലാത്തൊരു സാധനത്തിനെ വാങ്ങിച്ച്
ഇതിൻ്റെ അകത്ത് കൊണ്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ പുറകെ വരും. അതിനുവേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മിസ്സാവത്തില്ല. അതായത് 1 ഫീറ്റ് പ്ലസ് ഞാൻ ചോദിച്ചപ്പോൾ ഏകദേശം 7000 രൂപയാണ് എൻ്റെ അടുത്ത് വില പറഞ്ഞത്, എറണാകുളത്ത് ഒരു ഫാമിൽ നിന്ന്. അപ്പോൾ ഇവർക്ക് ഇച്ചിരി ഡിമാൻഡുള്ള സാധനം തന്നെയാണ്. അപ്പം കിട്ടുന്ന ആർക്കായാലും ലക്കായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊരെണ്ണം വാങ്ങിച്ചേക്കുന്നത്. 2-3 സാധനങ്ങൾ ഞാൻ ബുക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് ഈ ടാങ്ക് പറ്റൂല കേട്ടോ. നമ്മൾ നേരെ ഈ ടാങ്കിലോട്ട് ഇടും. അതേ നമ്മളെ ടാങ്കിൻ്റെ അകം നോക്കിക്കേ, നല്ല ക്ലിയർ ആയി. നിധി കൂടെ വന്നേ നോക്കിയേ. വെയിലില്ലാത്തതുകൊണ്ടാണ് കേട്ടോ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. 8 അടി താഴ്ച ഉള്ള ഒരു ടാങ്കിൻ്റെ അടിഭാഗമാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. നമ്മൾ ഫിൽറ്റർ ചെയ്തത് സക്സസ് ആയി. എടേ അടിയിൽ എന്തോ കഴിച്ചുകൊണ്ട് കിടക്കുന്നത്, അടിയില്ല ആ ഫിഷിന്റെ നോക്കിക്കേ. അതെന്തോ അത് എടാ ഒന്നും കൂടി നോക്കടാ. അത് ഇവന്മാരെല്ലാം നടപ്പുണ്ട്. അപ്പൊ എന്തായാലും നമ്മളെ ഫിൽട്രേഷൻ സക്സസ് ആയി. അത് തന്നെ ഏറ്റവും വലിയ കാര്യം കേട്ടോ. അപ്പോൾ എന്തോ അവൻ്റെ വായിക്കകത്തുണ്ട്. അത് എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. ഒരു മിന്നായം പോലെ ഞാൻ അത് കണ്ടുള്ളൂ. പക്ഷെ അവൻ ഈ സൈഡിലോട്ട് വരുന്നില്ല. നോക്കട്ടെ, വീഡിയോ എടുത്ത് തീരണതിന് മുന്നേ വരുവാണെങ്കിൽ കാണിക്കാം കേട്ടോ. പിന്നെ നമ്മുടെ പാറ്റയെ കാണണ്ടേ നിങ്ങൾക്ക്? ഞാൻ പാറ്റയെ കാണിച്ചു തരാം. അസ്ഥികൂടം കിടക്കണോ? അപ്പൊ നമ്മളെ കാടക്കോഴി ഏതെങ്കിലും പോയി കാണുമോ? ആ നമ്മളെ കാടക്കോഴി തന്നെ കേട്ടോ. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ. ഓക്കെ, ഇതേ നമ്മളെ പാറ്റ എന്താ നിങ്ങൾ നല്ല സൈസായി കേട്ടോ. ഒരാൾ സൈസ് വെച്ചില്ല, പക്ഷെ ഒരാൾ സൈസ് വെച്ചു. അതെ, ഇതിന് നമുക്ക് കുഞ്ഞുങ്ങൾ ഇറങ്ങിയാണെങ്കിൽ നിങ്ങൾക്ക് തരാം കേട്ടോ. ഇഷ്ടം ഉള്ളവർ പറഞ്ഞാൽ മതി, അവർക്ക് തരാം കേട്ടോ. ഈ 3 എണ്ണത്തിനെ തുറന്ന് വിട്ടിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒരാളെ ആഡ് ഓൺ ചെയ്യണം. പറക്കാൻ അറിഞ്ഞൂടാതെ വന്നപ്പോൾ ഞാൻ പിടിച്ച് കൂട്ടിനകത്താക്കിയതാണ് കേട്ടോ. അതെ, അവൻ കാടക്കോഴിയുടെ നമ്പർ എടുത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ഫിഞ്ചസ് എടി പറക്കാൻ പഠിച്ചാ? അത് പഠിച്ചെന്ന് തോന്നുന്നു. ബാ, ദേ ഒരാൾ പോയി. ആദ്യം തന്നെ വെള്ളത്തിൽ. ദേ നമ്മുടെ 3ാമത്തെ ഫിഞ്ച് കുഞ്ഞാണ് കേട്ടോ ഇത്. നമ്മളെ നൈഫ് ഫിഷിനെ ആർക്കാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. 1-2 മാസമായെന്ന് തോന്നുന്നു നമ്മൾ ഗീവയുടെ കാര്യം പറഞ്ഞിട്ട്. പിന്നെ ചെയ്യാൻ വേണ്ടി പറ്റാത്തതെന്ന് വെച്ചാൽ നമ്മൾ വാവയുടെ കാര്യമായിട്ട് കുറച്ചധികം തിരക്കിലായിപ്പോയി. ശബരിമല അങ്ങനെയുള്ള ഫുൾ ഓട്ടത്തിലായിരുന്നു. കാരണം ചോറൂണും കാര്യങ്ങളും എല്ലാം ആയിട്ട് ഭയങ്കര തിരക്കിലായിരുന്നു. അപ്പോൾ അവരിത് 31 പേര് നമുക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ നൈഫ് ഫിഷിനെ വേണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം നൈഫ് ഫിഷിന് വേണ്ടി ഒരുപാട് പേര് വേണമെന്നറിയാം. ഞാൻ എക്സ്ട്രാ ഒരു 5 നൈഫ് ഫിഷിനെയും കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട്. ഇത്രയും പേർക്ക് നൈഫ് ഫിഷ് വേണോ വേണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത് എങ്ങനെയാണ് കാർത്തു? നമ്മൾ 3 പേരും ഓരോന്ന് വെച്ച് എടുക്കും. എന്നിട്ട് ആ 3 നമ്മൾ കൊണ്ട് വയ്ക്കും. അതെ, എന്നിട്ട് അത് നമ്മൾ തക്കൂരിനെ കൊണ്ടുപിടിപ്പിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ചെയ്യാൻ പോകുന്നത്. ഒരാളെ ഞാൻ എടുത്തു. ഒരാളെ നിധി എടുത്തു. കാർത്തു ഒരാളെ എടുത്തു. ദേഷ്യം കണ്ടോ? ഒരാളെ എടുത്ത്. അയ്യോ എടാ, ആരാണെന്ന് നോക്കട്ടെ കേട്ടോ. ഒന്ന് കാണിച്ചേക്കാം. ഇതാരാണ് എഴുതിയത്? അത് നിധി. ഫാബ്സ് അക്വാട്ടിക്സ് നിധിയാണ് എഴുതിയത് കേട്ടോ. വായിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും ബ്രോ എനിക്കൊന്ന് ഒന്നില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്കൊരു മെസ്സേജ് അയക്കുക, അഡ്രസ്സും കോൺടാക്ട് നമ്പറും കൂടി ഒന്ന് അയക്കുക. അപ്പോൾ അടുത്ത ഒരാളെ കൂടി എടുക്കുന്നുണ്ട്. സംഗതി ഈ ആള് നമുക്ക് മെസ്സേജിന് റിപ്ലൈ തന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ആളെ കൂടി എടുക്കുകയാണ് കേട്ടോ. അത് കാർത്തുവാണ് കേട്ടോ എടുത്ത ആളെ സെലക്ട് ചെയ്യണം. അപ്പോൾ അത് ആരാണെന്ന് ഞാൻ നോക്കട്ടെ. ഇതിപ്പോ കാണിക്കണ്ട. ഇല്ല, നോക്കട്ടെ. അപ്പോൾ മാക്സിമം പെട്ടെന്ന് അയച്ചു തരാൻ വേണ്ടിയിട്ട് നോക്കാൻ കേട്ടോ. കാരണം ഓൾറെഡി നമുക്ക് നമ്മളൊരു പ്രാവിനെ ഗിവ് അവേയുടെ തരാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇതും കൂടി അങ്ങ് അയക്കാമെന്ന് വിചാരിക്കുന്നത്. അതിനെ കൊടുക്കാൻ വേണമെങ്കിൽ ഞാൻ യോജിക്കുന്നു. ഇതിനെയാണ് ഇതിനെയാ നിന്നെ ഗീവ് അവേ അല്ലേ 30 കേക്ക്. ഓക്കെ, അപ്പോ ഈ ടാങ്കിന്റെ അകത്തേക്ക് നമ്മുടെ ഏകദേശം 7-8 പേരെ റിലീസ് ചെയ്തു. എടാ ഫിഷ് വന്നടാ. അതോ എന്റെ വായി നോക്ക്. ഇത് അയ്യോ എന്തോന്നത്? അതെ, തിന്നുന്നതിന് കുഴപ്പമില്ല, വായിൽ കുരുങ്ങിപ്പോയാലല്ലേ പ്രശ്നം. നമ്മളെ കാടക്കോയിലെ മുട്ട വെച്ച് കാർത്ത് ഫേഷ്യൽ ചെയ്ത് കേട്ടോ. വേറെ ഒന്നും അല്ല, ഇവരെ ബർത്ത്ഡേ ആയിരുന്നു.
അതെ 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 അതെ. അപ്പോൾ അത് കുറെ ഉണ്ട് കേട്ടോ. അത് വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചാൽ ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി നിൽക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കണം. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസിന് വേണ്ടി, നല്ല നല്ല ഗീവേഴ്സിന് വേണ്ടി, നല്ല നല്ല പർച്ചേസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ഒരാള് വന്നിരിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനൊന്ന് പറഞ്ഞേ. അത് തന്നെ ബാക്കി കൂടി പറ. അപ്പോൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.